നമ്മുടെ നാഷണൽ ഹൈവേ ആരുടെ വകയാണ് എന്ന ചോദ്യം ഒരിക്കൽ കൂടി മലയാളി ചോദിക്കുകയാണ്. ഇത് നാഷണൽ ഹൈവേ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു വലിയ വികസന പദ്ധതിയായിട്ട് വടക്ക് തൊട്ട് തെക്ക് വരെ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ അതിവേഗത്തിൽ പായുന്ന ഒരു 6 വരി പാത വരുന്നു എന്നുള്ളത് കേരളത്തിന്റെ മുഖം തന്നെ മാറിപ്പോകുന്നു. വലിയ പ്രതീക്ഷയോടെ ആളുകൾ കാണുകയും ചെയ്യുകയാണ്. കാരണം മോസ്റ്റ് മൊബൈൽ കമ്മ്യൂണിറ്റിയാണ് കേരളം, മലയാളീസ് പറയുന്നത്. അപ്പോ അതേ സമയത്ത് അന്ന് അത് ഏറ്റെടുക്കാൻ കേന്ദ്രത്തെക്കാൾ ആവേശത്തോടെ കേരള ഗവൺമെന്റും പ്രത്യേകിച്ച് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഈ നാഷണൽ ഹൈവേയുടെ ഓരോ വർക്ക് നടക്കുന്നിടത്തും പോയി വീഡിയോ എടുത്ത് മന്ത്രിയുടെ സെൽഫിയൊക്കെ ഇത് ഞങ്ങളുടെ വലിയ നേട്ടം, ഇതാ കേരളം മാറുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എവിടെയെങ്കിലും ഈ നിർമ്മാണ പ്രവൃത്തികൾക്കിടയിൽ ഒരു അപകടം വന്നാൽ പിന്നെ നമ്മുടെ അല്ല, അപ്പൊ കേന്ദ്രത്തിന്റെയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിങ്ങനെ ആവർത്തിച്ച് പറയും. ഇപ്പൊ വീണ്ടും അങ്ങനെ സിറ്റുവേഷൻ വന്നിരിക്കുക. അതാണിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു പൊറാട്ട് നാടകത്തെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് കാണുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഒരു ഭരണഘടനാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ നാഷണൽ ഹൈവേ ആരുടെ കീഴിലാണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കാം. ഇപ്പം ഈ കൊട്ടിയത്ത് മൈലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേയില്, അപ്പൊ അവിടെയാണല്ലോ കൊല്ലത്താണ്. അപ്പൊ അവിടെയാണ് ഈ സർവീസ് റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ ബസ് പോയിരുന്നപ്പോഴും സ്ത്രീകൾ ഡ്രൈവ് ചെയ്ത് പോയപ്പോഴും ആൾക്കാർ കാർ ഓടിച്ചു പോരുന്ന സമയത്ത് റോഡ് ഈ നാഷണൽ ഹൈവേ ഈ മറ്റേ ഉയർത്തിക്കെട്ടിയിരുന്ന സാധനം താന്നിട്ട് ഈ സൈഡ് റോഡ് പെട്ടെന്ന് പിളർന്ന് മാറുകയാണ് ചെയ്യുന്നത്. ആൾക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. അതെ, മനസ്സിലായില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജീവൻ അപകടത്തിൽ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഭരണഘടന പ്രകാരം ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് പൗരന്റെ ജീവന് സുരക്ഷ നൽകുന്നുള്ളത്, അല്ലേ? ഇപ്പൊ കൊട്ടിയം എന്ന് പറയുന്നത് കേരളത്തിനകത്താണ്. അതിലൂടെ ഓടിച്ച ആൾക്കാർ ഇന്ത്യയിൽ ആരോ ആയിക്കോട്ടെ, മലയാളി പോലും ആണോന്നില്ല, അവരുടെ ജീവൻ ഉറപ്പ് നൽകുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ആവശ്യമാണ്. ഇതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഭരണഘടനാ നിയമങ്ങളും സകല നിയമങ്ങളും പിന്നെ വകുപ്പുകളും എല്ലാം ഇതിന് അനുസൃതമായിട്ടാണ്. അപ്പോൾ ഒരു നാഷണൽ ഹൈവേയുടെ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വശങ്ങൾ കോർഡിനേഷൻ അതിന്റെ ചുമതല സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. ഉദാഹരണത്തിന് ഇപ്പം കുരിയാട് തകർന്നു കഴിഞ്ഞ അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള PWDയിൽ വർക്ക് ചെയ്യുന്ന സീനിയർ എഞ്ചിനീയേഴ്സ് തുടങ്ങി ജൂനിയർ എഞ്ചിനീയേഴ്സ് വരെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും വളരെ കോമ്പിറ്റന്റ് ആയ ആൾക്കാരുമാണ്. ഇവർക്കൊക്കെ ഒറ്റ നോട്ടത്തിനറിയാം എവിടെ ഇടിഞ്ഞു വീഴുന്നുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെയൊക്കെ അത്ര അശാസ്ത്രീയമാണ്. കാരണം എന്തുകൊണ്ട് അശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അതല്ലെങ്കിൽ ഈ ഡിസൈനിൽ അവർ മാനിപ്പുലേഷൻ നടത്തിക്കളയും. ഉദാഹരണത്തിന് നമ്മൾ ഒരു എഞ്ചിനീയർക്ക് നോക്കുമ്പോൾ അറിയാം ഇത് ഇവിടെ ഇന്ന രീതിയിൽ പറ്റില്ല എന്നറിയാം. ഈ കൂരിയാടും ജനങ്ങൾ പോയി എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ഇവിടെ ചെയ്യുന്നത് ശരിയല്ല എന്ന് വർക്ക് നടക്കുമ്പോഴേ പറഞ്ഞു. സാധാരണ ജനങ്ങൾ, അവർക്ക് എഞ്ചിനീയറിംഗ് അറിയില്ല, ഒന്നും അറിയില്ല. ഇതേപോലെ ഈ മൈലക്കാടും അല്ലെങ്കിൽ ഈ കൊട്ടിയത്തിലും ആൾക്കാർ പോയി പറഞ്ഞു ഇതിങ്ങനെ ഇവിടെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാവുന്ന സംഗതിയാണ്. ഈ കൂരിയാട് സംഭവം ഉണ്ടായതിനു ശേഷവും അവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഈ കൂരിയാട് സംഭവം ഉണ്ടായതിനു ശേഷവും ഈ സംഭവം ഇതിനെ കണ്ടില്ലെന്നടിച്ചു. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് മണ്ണ് കൊണ്ടിട്ട് തട്ടിക്കൂട്ടി വേഗം ശരിയാക്കാൻ പറ്റും. അതിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറും. അപ്പൊ ഇത് വളരെ ലാഭത്തിന് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീതിക്കലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ പറ്റത്തുള്ളൂ. അവിടെയാണ് ഇതിന്റെ ഒരു സംഗതി. ഫോർ എക്സാമ്പിൾ ഇത് സാധാരണ ജനങ്ങൾക്ക് തിരിച്ചറിയാവുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പൊ ഈ മൈലക്കാട് ഉണ്ടായിരിക്കുന്ന സംഭവം ഇത് തന്നെയാണ് കൂരിയാട് ഉണ്ടായിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ നമ്മള് ഒരു തമ്പ് റൂൾ അനുസരിച്ചിട്ട് അതല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സ്ക്വയർ മീറ്റർ ഏരിയയിൽ 20 ടൺ ഭാരം വഹിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ RE വാൾ കൊണ്ട് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്ഡ് എർത്ത് വാൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ബൈലക്കാടൊക്കെ കാണുന്ന സാധനം എന്ന് വെച്ചാൽ റോഡിൽ ഈ കോൺക്രീറ്റ് വാൾ വെച്ച് ഉയർത്തിയിട്ട് അതിനകത്ത് മണ്ണ് തട്ടിട്ടാണ് ഇത് പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ RE വാൾ വെക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിയിലുള്ള തറയ്ക്ക് ഒരു സ്ക്വയർ മീറ്ററിൽ 20 ടൺ ഭാരം താങ്ങാനുള്ള ശേഷി ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ അടിയിൽ തോടാണ്. അയ്യോ, മനസ്സിലായി? ഇപ്പൊ പൊളന്ന ഭൂമിയിലൂടെ നമ്മൾ കാണുന്നത് പുഴ ഒഴുകുന്നതാണ് കാണുന്നത്. അപ്പൊ അതൊന്നും പഠിച്ചിട്ടില്ല, സ്റ്റഡി ഇത് ഒന്നാമത്തെ കാര്യം ഇത് സോയിൽ ടെസ്റ്റ് നടത്തിയാണ് നിശ്ചയിക്കേണ്ടത്. ഇത് സോയിൽ ടെസ്റ്റിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ ഒരു സ്ക്വയർ മീറ്റർ അവിടുത്തെ ആൾക്കാർക്കും അറിയാൻ സാധനം, ഒരു സ്ക്വയർ മീറ്ററിൽ 20 ടൺ ഭാരം ഈ മണ്ണ് താങ്ങുമോ ഇല്ലയോ നോക്കിയാൽ മതി. ഏത് സാധാരണക്കാരന് മനസ്സിലാവുന്ന സാധനമേ ഉള്ളൂ. അപ്പൊ ഇത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് വേണം? പില്ലർ അടിച്ചിട്ട് പാലം വെക്കിട്ട്
അപ്പൊ കോസ്റ്റ് കൂടും. അപ്പൊ ടോട്ടൽ കോസ്റ്റിനകത്ത് നിന്ന് ഇത് കുറയും. അപ്പൊ അവിടെ എന്ത് പറ്റും, ഈ വീതിക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ കുറച്ച് ആനുപാതികമായിട്ട് കുറയും. അപ്പൊ ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പെട്ടെന്ന് അടിച്ചങ്ങ് തീർക്കുക സ്പീഡാണ് സാർ. ഇപ്പൊ ഇലക്ഷന് മുമ്പ് വേണമെങ്കിൽ 2026 ഇലക്ഷന് മുമ്പ് അതെ. അപ്പൊ ഉദാഹരണത്തിന് ഇതിന്റെ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവർ ഏറ്റെടുക്കുന്നുണ്ടോ എങ്കിൽ അതിന്റെ അർത്ഥം ഇവർക്ക് ഇതിനകത്ത് റോളുണ്ട്. ഇപ്പൊ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന റോളുണ്ട്, കോർഡിനേഷൻ റോളുണ്ട്. ഇതിനൊക്കെ പുറമെ എന്ത് സംഗതി ഉണ്ടായാലും സ്റ്റേറ്റിലെ അകത്ത് നിന്ന് ജനങ്ങളുടെ ജീവൻ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്ന രീതിയിൽ ആര് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവിടെ ഇടപെടാനുള്ള അവകാശം സ്റ്റേറ്റിനുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്, ഇല്ലേ? അപ്പൊ ഇത് ഈ PWD ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് ഇനിയും ഇതേപോലുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 1 സ്ക്വയർ മീറ്ററിനകത്ത് 20 ടൺ താങ്ങാൻ ഭാരമില്ലാത്ത സ്ഥലത്ത് ഈ റീഇൻഫോഴ്സ്ഡ് വാൾ വെച്ചിട്ട് എർത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിരിക്കും. ഇതിപ്പോ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സ്ക്വയർ മീറ്ററിൽ 20 ടൺ പോയിട്ട് 1 ടൺ താങ്ങാൻ പോലുള്ള ഭാരം ശേഷി അവിടുത്തെ മണ്ണിനില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഇനി ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. ഇനിയും ഇത് കണ്ടില്ല എന്ന് അടിക്കുകയാണ്, ഞങ്ങളുടെ വിടലേക്ക് വെക്കേണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മളുടെ ജീവൻ ഉറപ്പ് നൽകുന്നതിനുള്ള ഭരണഘടനാപരമായ ബാധ്യതയിൽ നിന്ന് പിന്മാറുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുന്നത് തിരിച്ച് വീട്ടിൽ ചെല്ലാന്നുള്ള ഉറപ്പില്ല ഇറങ്ങി ചെല്ലുന്നത്. ഇപ്പൊ കൊട്ടിയത്തൂടെ പോയ ആൾക്കാർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യമാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കാരണം വെച്ചാൽ ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. കാരണം ഇതിന്റെ ഈ ഒരു ഉറപ്പ് നൽകേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് PWD ഡിപ്പാർട്ട്മെന്റുണ്ട്. PWD ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല മറ്റു പല എക്സ്പേർട്സുള്ള പല ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. ഇപ്പൊ ഇത്തരം വർക്കുകൾ ചെയ്യുന്ന അക്രഡിറ്റഡ് ഏജൻസീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒന്നും വേണ്ട. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അടുത്ത ആൾക്കാരാണല്ലോ ഈ ഊരാളെങ്കിൽ, അല്ലേ? സ്വന്തക്കാരാണല്ലോ. അവിടുത്തെ ഉള്ളൊരു എഞ്ചിനുള്ളോ നോക്കാൻ പറഞ്ഞാൽ മതി, ഇത് മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് കേട്ടാൽ മതി, തോടിന്റെ പുറത്ത് കൊണ്ട് ഇത് വെക്കാൻ പാടില്ല എന്നുള്ളത് ആർക്കും അറിയാവുന്ന സംഗതിയാണ്. ജനങ്ങൾ കാഴ്ചക്കാരല്ലാതെ ഓടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ധനമന്ത്രി അവിടെ എത്തിയിട്ട് പറയുന്നു ഇത് ഡിസൈനിലെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പൊ പെട്ടെന്ന് ഡിസൈനിലെ പ്രശ്നമാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പ്ലാൻ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് പറ്റി എന്നുള്ള ലെവലിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റിയൽ ഇഷ്യൂവിനെ മനോഹരമായ രീതിയിൽ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയും അതേപോലെ തന്നെ ഇതിന്റെ ഈ സേഫ്റ്റി ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അതിപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുകയാണ്, എന്റെ സംസ്ഥാനത്തില് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാവുന്ന രീതിയിൽ നാഷണൽ ഹൈവേക്ക് ഇവിടെ പണിയാൻ പറ്റില്ല എന്ന് പറയേണ്ടതല്ലേ? അതാണ് പറയേണ്ടത്. കൂരിയാട് ഈ സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഇത് പറയേണ്ടതായിരുന്നു. പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്ന നോക്കുള്ളൂ, ഈ ജനങ്ങളുടെ പൊതുവെയുള്ള ജനങ്ങളെ വിട്ടിയാക്കാം. ഇപ്പൊ ഡിസൈനിലെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് മാറ്റാം. ശരിയാണ്, ഡിസൈനിലെ പ്രശ്നമാണ്. പക്ഷെ ആ ഡിസൈനിലെ പ്രശ്നം ഡിസൈനേഴ്സ് അല്ല ഇവിടെ തീരുമാനിച്ചത്. അതാണ് പ്രശ്നം ഉണ്ടായത്. ആ ഡിസൈൻ ആരാണ് അംഗീകരിച്ചത്? അതെ, എവിടെ സോയിൽ ടെസ്റ്റ്, എവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് സോയിൽ ടെസ്റ്റ് നടത്തണ്ടേ? സോയിൽ ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആരും ചോദിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ മന്ത്രി ഉടനെ തന്നെ ധനമന്ത്രി വന്ന് ഉടനെ രംഗത്ത് പ്രവേശനം ചെയ്ത് പറയുന്നത് ഇത് ഡിസൈനിന്റെ പ്രശ്നമാണ്. ധനമന്ത്രിക്ക് എന്ത് ഡിസൈനാണ്? അല്ലെങ്കിൽ ധനമന്ത്രിക്ക് പോലും അതിന്റെ നോഹവ് പോലും ഇല്ല. അതെ. അപ്പൊ ഇതിപ്പം പെടലേക്ക് വെക്കേണ്ടെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമാണ്. അവരുടെ ഈ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയും സമാനമായ വിഷയങ്ങൾ കേരളത്തിലുണ്ടോ? കാരണം ഇത് കേരളത്തിൽ ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ വയലും കുന്നുമായിട്ടുള്ള പ്രദേശങ്ങൾ. ഇപ്പൊ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കേരളത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ഉയർന്നും താഴ്ന്നുമുള്ള സ്ഥലമാണ്. താഴ്ന്ന സ്ഥലങ്ങളിൽ നിലങ്ങളും ഉയർന്ന സ്ഥലങ്ങൾ നല്ല, ഇപ്പൊ കൊല്ലത്തിന്റെ പ്രത്യേകം എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള സോയിൽ മുകളിലുണ്ടോ. അപ്പൊ കൊട്ടിയത്ത് ചില ഭാഗത്തൊക്കെ നല്ല ഹാർഡ് സോയിലാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് വയലുകളാണ്. വയലിൽ സ്വാഭാവികമായിട്ടും സോഫ്റ്റ് ആയിരിക്കത്തില്ല. തീർച്ചയായിട്ടും. അപ്പൊ ആ രീതിയിൽ മണ്ണിനനുസരിച്ച് വേണം അവിടുത്തെ ഡിസൈൻ. അവിടെ പാലമായിരുന്നു വേണ്ടിയിരുന്നു, പില്ലർ അടിച്ചിട്ടുള്ള പാലമായിരുന്നു വേണ്ടിയിരുന്നു. ഇതിപ്പോ ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ഇനി അവിടെ എന്താണ് അവർ ചെയ്യാൻ പോകുന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയാണ്. ഇത് ഇവിടത്തെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇപ്പൊ തെക്കൻ കേരളത്തിലും ഇപ്പൊ വടക്കൻ കേരളത്തിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളത് ഒരുപാട് ഈ തെക്കൻ കേരളം. കൂരിയാടും എനിക്ക് തോന്നുന്നു പാച്ചപ്പ് ചെയ്തു എന്നല്ലാതെ ഈ പറഞ്ഞ രീതിയിലേക്ക് അതിന്റെ പില്ലേഴ്സിലേക്കൊന്നും മാറിയിട്ടില്ല. അവിടെ പില്ലേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ അടിയിലെ വെള്ളവും ഒഴുകും. അവിടുത്തെ എക്കോളജിക്ക് പ്രശ്നം വരുന്നില്ല. ഈ എന്താ പറയാ, നീരൊഴുക്ക് തടയുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. മാത്രമല്ല ഈ നീരൊഴുക്ക് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവുന്ന ഗ്രൗണ്ട് വാട്ടറിന്റെ ആ ഒരു
ആ സ്ട്രക്ചർ തന്നെ മാറുകയല്ലേ. അതെ ഇപ്പൊ നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടറിന്റെ ഈ മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ തീരെ ബോധവല്ല. അതൊക്കെ ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയും എക്കോളജിയും ഒക്കെ ബാധിക്കുകയും ചെയ്യുന്ന വിഷയം. മാത്രമല്ല ആ വെള്ളം അവിടെ അണ്ടർഗ്രൗണ്ടിൽ തങ്ങി നിന്നാൽ പിന്നെയും ഈ റോഡിന്റെ സേഫ്റ്റിയെ ബാധിക്കും. ഇപ്പൊ ഇവിടെ ഇത് ഈ കൊട്ടിയത്ത് നിന്നുള്ള ഈ പാഠം ഇനിയെങ്കിലും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇനി ഇതുപോലെ തന്നെ ഒരു വർഷമെങ്കിലും ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷമായിരിക്കും ഇനി ആരംഭിക്കുക. ഇപ്പൊ ഈ കൊട്ടിയത്ത് നല്ലൊരു സൂചനയാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താന്നു പോകാന്ന്. കാരണം എന്തോരം വെയിറ്റ് ആണെന്ന് ആലോചിച്ച് നോക്കുന്നത്. ആ സ്കൂളിലെ കുട്ടികളൊക്കെ ഇവർ എടുത്തുകൊണ്ട് ഓടിയത് കാണിച്ചത് ഞാൻ കണ്ടു. അതാണ്. അപ്പൊ ഇത്രയും വെയിറ്റ് ഇപ്പൊ 20 ടണ്ണെങ്കിലും താങ്ങാൻ ശേഷിയുള്ള ഒരു ഭൂമിയാണിത് വെക്കേണ്ടത്. 1 ടൺ പോലും താങ്ങാൻ ശേഷിയില്ലാത്ത സ്ഥലത്ത് 20 ടൺ താങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആലോചിച്ചു. ഏതായാലും ചോദ്യം ഇതാണ് അല്ലേ, കൂരിയാട്ട് നിന്നൊന്നും പഠിച്ചില്ല, കൊട്ടിയത്ത് നിന്നെങ്കിലും പഠിക്കുമോ? കൊട്ടിയത്തുള്ളത് പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ബോധപൂർവം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ശരി, ഓക്കെ. നമുക്ക് എന്തായാലും ഇത് ഇനിയും ആലോചിക്കേണ്ടവർ ആലോചിച്ചില്ലെങ്കിൽ ഇവർ ഈ കൊട്ടിഘോഷിച്ച് കൊണ്ടുവരുന്ന ഈ വലിയ ഹൈവേ പിന്നീട് മനുഷ്യന്റെ ഒരു പേടി സ്വപ്നമായി മാറുന്ന, തീർച്ചയായിട്ടും ഇതിപ്പോ റോട്ടിലൂടെ യാത്ര ചെയ്യാൻ പേടിക്കുന്ന അവസ്ഥ. അതെ, ഈ പിളർന്ന് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പുരാണത്തിലൊക്കെ ഈ സീതാദേവിയൊക്കെ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന കേട്ടിട്ടുണ്ട്. ഇത് അതേപോലെയാണ് ഈ അവിടുത്തെ റോഡ് പിളർന്നിരിക്കുന്നത്. ആൾക്കാർ ഓടുകയായിരുന്നു. വല്ലാത്ത അവസ്ഥയാണത്. ആ ചിത്രം ഓരോരുത്തരും ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണിൽ ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, ഈ സർവീസ് റോഡ് ആൾക്കാർ ഉപയോഗിക്കുന്നതല്ലേ, ഇത് കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചു. തീർച്ചയായിട്ടും. ഏതായാലും യാത്രക്കാരന്റെ മനസ്സിലെ ഒരു പേടി സ്വപ്നമായി നമ്മുടെ പുതിയ ഹൈവേ മാറാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.